ഒരു ശക്തമായ പാർട്ടിയുടെ പിന്തുണയോടെ നിൽക്കണമെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് വരാൻ തയ്യാറായ ഈ എല്ലാ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഇതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന മറ്റു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസിനെയും ഇതിന്റെ സംഘാടകരായ എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് ഞാൻ ചാർജ് എടുത്തു എന്ന് പറഞ്ഞു. നമുക്ക് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ട ആവശ്യകതയുണ്ട്. എല്ലാ തലങ്ങളിലും ഇപ്പൊ ഒരു ഇലക്ഷൻ നമ്മൾ കഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ അതിന്റെ ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞു. ഗംഭീരമായ ഒരു വിജയം തന്നെ നമുക്ക് ലഭിച്ചു. പാലക്കാടായാലും മറ്റു വയനാടിലായാലും നല്ലൊരു വിജയം തന്നെയാണ് നമ്മുടെ മുന്നേറുന്നത്. ശക്തമായിട്ട് മുന്നേറുന്ന ഒരു വിഭാഗം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാം. ഏറ്റവും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം ഈ ഒരു കമ്മിറ്റി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. രക്ഷിക്കാനായിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാധിക്കൂ എന്നുള്ളത്. കാരണം ഇവിടെ ഭരിക്കുന്ന പ്രസിഡന്റിന്റെ വാർഡിലെ അംഗങ്ങളാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രസിഡന്റിന്റെ വാർഡിൽ നിന്ന് ഇത്ര അംഗങ്ങളെ ഒന്നും നമ്മൾ തീരുമാനിച്ചത് ഇവിടെ ബിഗ് സീറോ എന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നിങ്ങൾ ആദ്യം ചിന്തിച്ചത് നമ്മള് KSU യൂത്ത് കോൺഗ്രസ് വിങ് പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്.